ഹായ് കൂട്ടുകാരെ, നമസ്കാരം. റെയിൻ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ താമരയുടെയൊക്കെ ഡോർമൻസി ഒരു സ്റ്റേജാണ് ഈ നവംബർ ഡിസംബറിലൊക്കെ. അപ്പോൾ നവംബർ ഡിസംബറിൽ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഡോർമൻസി നമുക്ക് മനസ്സിലാക്കേണ്ടതും അതനുസരിച്ച് എന്ത് ചെയ്യണമെന്നുള്ളതുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. കാര്യം പലരും താമര മേടിച്ച് വെച്ച് ചിലപ്പം ഒക്ടോബറിലോ നവംബറിലോ ആയിരിക്കും നമ്മൾ താമര പോട്ട് ചെയ്യുന്നത്. ട്യൂബർ നമ്മൾ നവംബറിലോ ഒക്ടോബറിലോ ഒക്കെ നട്ട ചില സമയങ്ങളിൽ ഇത് ഡോർമെൻസി ആയിപ്പോവും. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലം ആയതിനാൽ നവംബർ ഡിസംബറിലൊക്കെ തണുപ്പായത് കാരണം ആ സമയം ഇത് ഡോർമെൻസി സ്റ്റേജാണ് ഈ താമരയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉറങ്ങുന്ന സമയമാണ് ആക്ച്വലി. ആ സമയത്ത് നമുക്ക് ഫ്ലവറൊക്കെ വളരെ വിരളമായിട്ടായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ഗ്രോത്ത് കാണത്തില്ല, തീരെ ഗ്രോത്ത് കുറവുള്ള സമയമാണ്. വെയിലില്ലല്ലോ, നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് കുറവുള്ള ഒരു ടൈമാണ് നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി. ഈ 4 മാസം ഡോർമൻസി ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. അപ്പം നമുക്ക് പലർക്കും ഈ ട്യൂബർ നട്ടവർക്ക് പലർക്കും അറിയത്തില്ല ഈ ഒരു സ്റ്റേജ്. കാര്യം ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഇത് വളരെ പാടാണ്. അപ്പോൾ അവർക്കിത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ചിലപ്പോൾ കേടായി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നവംബർ ഡിസംബർ കാലങ്ങളിൽ നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് എല്ലാം മുരടിച്ച് ഇലയൊക്കെ കരിഞ്ഞൊരവസ്ഥയിൽ നിൽക്കും. ഞാൻ വേണമെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ പ്ലാന്റിനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഫെബ്രുവരി ആകുമ്പോൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇങ്ങനെയുള്ള പ്ലാന്റ് പൂർണ്ണമായിട്ട് അഴുകി പോകുന്നുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കണം. ഫുൾ ഇല പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴേ നമുക്ക് ഇല പോകുന്നുണ്ടെങ്കിൽ ഒരു ഇലയൊക്കെ ഉള്ളെങ്കിൽ അപ്പോഴേ റീപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഫെബ്രുവരി ആകുമ്പോൾ വീണ്ടും ഒന്നും കൂടെ ചിലപ്പോൾ റീപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാര്യം നമ്മുടെ താമര നിൽക്കുന്ന സ്ഥലത്ത് വെയിൽ തീരെ കുറവുള്ള സ്ഥലങ്ങൾ കാണും, ചൂടലുള്ള സ്ഥലങ്ങളൊക്കെ കാണും. അപ്പോൾ അവിടങ്ങളിൽ ഇത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. ഒരു ഒക്ടോബർ നവംബറിലാകുമ്പോൾ ഇത് ഡോർമൻസി ആവും. പക്ഷെ നല്ല വെയിലുള്ളിടത്ത് ഒരു ഡിസംബർ കഴിയുമ്പോഴായിരിക്കും ഡോർമൻസി ആവുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ഷൻ്റെ പ്രചാരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാര്യം അനൗൺസ്മെൻറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇലക്ഷൻ്റെയൊക്കെ ബഹളം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ നമ്മളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം. ഡോർമൻസി ഒരു സ്റ്റേജ് ഈ ഒരു നവംബർ തൊട്ട് ഫെബ്രുവരി വരെ ഡോർമൻസി സ്റ്റേജാണ്. അപ്പോൾ ഇതാ നമ്മുടെ താമരയുടെയൊക്കെ ഒരു അവസ്ഥ കണ്ടോ, ഇതേപോലെ ഇങ്ങനെ നിൽക്കും, കരിഞ്ഞ പോലെ. അപ്പോൾ പലരും വിചാരിക്കും ഇത് മേടിച്ച് വെച്ചത് കേടായി പോയെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇതൊരു ഒരു ഡോർമൻസി എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ അങ്ങനെ തന്നെയാണ്, ആ തണുപ്പ് സമയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇലയെല്ലാം കരിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. റീപ്പോർട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഈ ഡോർമൻസി ടൈമിൽ. അപ്പോൾ അതാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മൾ ഇതാണ്ട് ഈ കാണുന്നതൊക്കെ ഡോർമൻസിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇത് ഡോർമൻസി ആയിട്ട് പിന്നെ ആ ട്യൂബർ പുതുതായിട്ട് കിളിച്ചു വരികയാണ്. അപ്പോൾ ഡോർമൻസി സ്റ്റേജിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്യൂബേഴ്സ് കിട്ടും. ചിലപ്പോൾ 2-3 ട്യൂബേഴ്സൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് നട്ടാൽ മതി. എന്നാൽ പോലും ഫെബ്രുവരി ആകുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടെ റീപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാര്യം വീണ്ടും ഡോർമൻസി ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു പുതിയ ട്യൂബർ റീപ്പോർട്ട് ചെയ്ത് നട്ടാൽ പോലും ഫെബ്രുവരി വരെ വീണ്ടും ഡോർമൻസി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇങ്ങനെയുള്ളത് റീപ്പോർട്ട് ചെയ്ത് നടുന്നതായിരിക്കും നല്ലത്. അഥവാ നടാൻ നമുക്ക് സമയമില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ കിളിയൽ വരുന്നുണ്ടെങ്കിൽ റീപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്തത് വീണ്ടും അത് കിളിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ഇതും കിളിച്ചു വരുന്നുണ്ട്, കണ്ടോ, പുതിയ മുള വരുന്നതുകൊണ്ട് നമ്മളത് റീപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും കിളിച്ചു വരും. ഒരു ഫെബ്രുവരി ആകുമ്പോൾ വീണ്ടും ഒന്ന് ഇതേപോലെ അവസ്ഥയിലാവുകയാണെങ്കിൽ വീണ്ടും റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ നവംബർ തൊട്ട് ഒരു ഫെബ്രുവരി വരെ നമ്മൾ എപ്പോഴും താമര ഒന്ന് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ ട്യൂബർ നമ്മൾ റീപ്പോർട്ട് ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ ചിലത് മുളച്ച് വരും, വീണ്ടും ആ ട്യൂബേഴ്സ് വീണ്ടും കിളിച്ചു വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ വീണ്ടും ഇതേപോലെ ഫുൾ കരിയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ വെറുതെ അങ്ങ് റിപ്പോർട്ട് ചെയ്യേണ്ട. ഇതേപോലെ പുതിയ മുള കിളിച്ചു വരുന്നുണ്ടെങ്കിൽ അത് റീപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു ഫെബ്രുവരി ആകുമ്പം വീണ്ടും ഇതേ അവസ്ഥ ആവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് നമ്മൾ റീപ്പോർട്ട് ചെയ്യേണ്ട പ്ലാന്റ് ഏതാണെന്നൊരു കൺഫ്യൂഷനായി കാണും. അപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു കൺഫ്യൂഷൻ തന്നെയാണ്. ഇങ്ങനെ നിൽക്കുന്ന പ്ലാന്റ് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ സമയത്ത്. കണ്ട 2 ഇലയൊക്കെ കരിഞ്ഞ് നിൽപ്പുണ്ട് ചെറിയ രീതിയിൽ. അതുകൊണ്ട് ഇവിടെ എങ്ങും ഒരു മുള പോലും ഇല്ല. ഈ പാത്രത്തിൽ ഒരു മുള പോലും നമുക്ക് കാണാനില്ലെങ്കിൽ നമുക്കത് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇങ്ങനൊരവസ്ഥ മുരടിച്ചതാ, ഒരു ഗ്രോത്ത് ഇല്ലാതെ വല്ലാത്തൊരവസ്ഥ, ഒരു കളർ വ്യത്യാസവും ഉണ്ട് ഇലയ്ക്ക്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്റ്റേജ് നമുക്ക് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെയുള്ള ഇത് മാത്രം റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അല്ലാതെ മുള വരുന്നതൊന്നും ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യല്. ഒരു ഫെബ്രുവരി ആകുമ്പം വീണ്ടും ഇതേ സ്റ്റേജ് വരുവാണെങ്കിൽ മാത്രം റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊക്കെ കിളിച്ച് വരുന്നുണ്ട്, ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യാതെ കിടന്നിട്ട് തനിയെ ആ ട്യൂബർ വീണ്ടും കിളിച്ച് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ബക്കറ്റാണ്, കണ്ടോ, ഇത് ഫുള്ള് പോയിട്ടുണ്ട്. ചിലപ്പോൾ ഈ ട്യൂബേഴ്സ് കേടായി പോകാനും സാധ്യതയുണ്ട്. നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്തെ ട്യൂബേഴ്സ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഫുള്ള് വെള്ളം ഇതേപോലെ കളയുക. എന്നിട്ട് നമ്മളിങ്ങനെ കമത്തിയാൽ മതി. കണ്ടോ, കുറച്ച് കണ്ടോ, ഇതിൽ നല്ല ട്യൂബേഴ്സ് ഉണ്ട്. കണ്ടോ, ഇതിൽ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആയിട്ടുണ്ട്. ഇനി ഇത് കിടന്നാൽ ചിലത് ചീത്തയായി പോകും, ചിലത് വീണ്ടും പൊട്ടിക്കിളിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. 2 നോഡ് വിട്ടിട്ട് പതുക്കെ കട്ട് ചെയ്ത് എടുക്കുക, പതുക്കെ ഇളക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിന്നൊരു 2 ട്യൂബേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഈ വളങ്ങൾ തന്നെ വേണമെങ്കിൽ അടിയിലായിട്ട് ഈ മണ്ണും വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. ബാക്കി ഫ്രഷ് മണ്ണ് ഇട്ടിട്ട് നമ്മൾ ട്യൂബർ കാണണം. ഫുള്ള് ഈ മണ്ണ് എടുക്കരുത്, ഇല്ലെങ്കിൽ ഇത് കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് പല പോട്ടിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഈ സമയത്ത് ഇങ്ങനെ ഡോർമൻസി ഒരു സ്റ്റേജാണ്. അപ്പം നമ്മുടെ പ്ലാന്റ് നശിച്ചു പോയെന്ന് പലരും പറയാറുണ്ട്. അപ്പം നശിച്ചു പോകുന്നതല്ല, ഈ ഒരു ഡോർമൻസി സ്റ്റേജാണ്. ആ സമയത്ത് താമര ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഇത് വേണമെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. റിപ്പോർട്ട് ചെയ്തില്ലേ ചിലപ്പം തനിയെ കിളിച്ച് വരും ട്യൂബേഴ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് ഫെബ്രുവരി ആകുമ്പോൾ ഒന്നും കൂടെ റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ എല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നല്ലൊരു ജോലി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. കാര്യം നമ്മൾ ഗാർഡൻ സംബന്ധമായ വീഡിയോ ആണ് ഇതിൽ കൂടുതലും ഇടുന്നത്. പിന്നെ നമ്മുടെ അക്വാറ്റിക് പ്ലാന്റ്സിൻ്റെയും വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.